കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമി രാമാചാര്യപദായ പിതായ കൃപപദായിനേ ഗുരുഗതമതായ നഗരഗ്രാമതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे. ലോകജനതയുടെ നന്മയ്ക്ക് വേണ്ടി നാനാശാസ്ത്രങ്ങൾ അപഗ്രഥനം ചെയ്ത് പഠിച്ചതിന് ശേഷം ഗ്രന്ഥങ്ങൾ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഷഡ്ഗോസ്വാമിമാർ ത്രിഭുവനങ്ങളിലെ മാതൃകയാകും. ഗോപികമാരുടെ ഭാവത്തിൽ നിർലീനനായ രാധാകൃഷ്ണന്മാരുടെ ദിവ്യ പ്രേമസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാവർക്കും ശരണം നൽകാൻ അവർക്ക് പ്രാപ്തിയുണ്ട്. അങ്ങനെയുള്ള ഷഡ്ഗോസ്വാമിമാരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് സാദര പ്രണാമം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ചൈതന്യ ചരിതാമൃതം ആദിലീല വായിച്ചു. മുതൽ വായിക്കാൻ 66. ഉദ്ധവൻ ആരുടെ പാദധൂളിയാണോ ഗ്രഹിച്ചത് മറ്റാരേക്കും പ്രിയപ്പെട്ട കൃഷ്ണന്റെ വാസികളായ ആ ഗോപിഗണത്തിൽ പോലും ഭവാകരിസ്മനം ജലരുഹാനനം രക്ഷിക്കുന്നവനെ, സ്ത്രീകളുടെ നായക, മനോഹരമായ മന്ദഹാസം നശിപ്പിക്കുന്നവനെ, പ്രിയ സഖേ, അവിടുത്തെ ദാസിമാരാണ്. അവിടുത്തെ ആകർഷകമായ മുഖകമലം ഞങ്ങൾക്ക് ദൃശ്യമാക്കിയത് ദയവായി ഞങ്ങളുടെ അഭിലാഷങ്ങൾ സഫലമാക്കിയായിരുന്നു. അതിന്റെ ഭാവാർത്ഥം ശീലപ്രഭുപാദർ പറയുന്നത്, ഗോപികമാരുമൊത്ത് കൃഷ്ണന്റെ രാസനത്വവുമായി ബന്ധപ്പെട്ട ഈ ശ്ലോകം ശ്രീമദ് ഭാഗവത്തിൽ 10:31-6 ഉദ്ധരിച്ചിട്ടുള്ളതാണ്. കൃഷ്ണൻ നൃത്തത്തിനിടയിൽ സഖിമാർക്കിടയിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ഗോപികമാർ അവിടെ നിന്നുള്ള വിരഹത്താൽ ഇപ്രകാരം പാടി: അഭിഗതമധുവര്യാം ആര്യപുത്രോ ധനുസ്തേ സ്മരതി സപിതൃഗേഹാൻ സൗമ്യ ബന്ധും ച ഗോപാൻ ക്വചിദപി സകഥാം ന കിങ്കരീണാം ഗൃഹീരതേ ഭുജം അഗുരും സുഗന്ധം അല്ലേ ഉദ്ധവ, കൃഷ്ണൻ മധുരയിൽ താമസിക്കുന്നത് തീർച്ചയായും ദുഃഖകരമാണ്. അവിടുന്ന് തന്റെ പിതാവിന്റെ ഗൃഹകാര്യങ്ങളിലോ സുഹൃത്തുക്കളായ ഭക്തന്മാരെ ഓർമ്മിക്കുന്നുണ്ടോ? അല്ലയോ മഹാത്മാവേ, അവിടുന്ന് തന്റെ ദാസികളായ ഞങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിക്കാറുണ്ടോ? അഖിലിന്റെ സുഗന്ധമുള്ള അവിടുത്തെ കരം ഇനി ഇപ്പോഴാണ് നമ്മുടെ ശിരസിൽ വയ്ക്കുക. ശ്രീമദ് ഭാഗവതം 10:47-21. അത് ഭ്രമരഗീതം എന്നറിയപ്പെടുന്ന ഭാഗത്തുള്ളതാണ് ഇത്. ശ്രീമദ് ഭാഗവത്തിന്റെ ഉദ്ധവൻ വൃന്ദാവനത്തിൽ വന്നപ്പോൾ കൃഷ്ണനിൽ നിന്നുള്ള വിരഹതാപത്തിലായിരുന്നു ശ്രീമതി രാധാറാണി ജീവിതത്തിൽ പാടി. ഇത് ഗോപികമാരുടെ
സ്തുതിയാണ്. നമുക്കറിയാം, ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം വസുദേവന്റെ സഹോദരന്റെ പുത്രനാണ്. അദ്ദേഹം ബൃഹസ്പതിയിൽ നിന്നാണ് ആത്മീയജ്ഞാനം നേടിയത്. ഒരു സഹോദരന്റെ സ്ഥാനമാണ് ഭഗവാൻ ഉദ്ധവൻ നൽകിയിരുന്നത്. പക്ഷെ ഉദ്ധവൻ കൃഷ്ണനെ കാണാനായിട്ട് വരുന്നു. അപ്പൊ ആ സമയത്ത് ഉദ്ധവന് ഗോപികമായിട്ടുള്ള ഭഗവാന്റെ ബന്ധം അല്ലെങ്കിൽ പ്രേമഭക്തിത്തെ കുറിച്ചൊന്നും അത്രത്തോളം അറിയില്ല. അദ്ദേഹം വിചാരിച്ചു, എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ഗോപികമാരെ ഈ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്? അവർക്ക് എന്തുകൊണ്ട് പരമാത്മാ സാക്ഷാത്കാരം പറഞ്ഞു കൊടുത്തുകൂടാ? അപ്പൊ ഇതെല്ലാം ഉദ്ധവയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ ഭഗവാൻ വിചാരിച്ചു, എന്തായാലും ഉദ്ധവരെ തന്നെ വൃന്ദാവനത്തിലേക്ക് അയക്കാം. ഗോപികമാരുടെ ഉദ്ധവൻ തന്നെ ഗോപികമാരോട് പോയി സ്വയം പറയട്ടെ. അപ്പൊ ഗോപികമാരുടെ സ്ഥിതിയും ഉദ്ധവൻ മനസ്സിലാക്കാൻ പറ്റും എന്നെല്ലാം ധരിച്ചുകൊണ്ട് ഉദ്ധവനെ തന്നെ സെലക്ട് ചെയ്ത് അയക്കുകയാണ്. അപ്പൊ ഉദ്ധവൻ നേരിട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കില്ല, അത് കൃഷ്ണന്റെ സന്ദേശമാണ്. അപ്പോൾ ഭഗവാൻ ഒരു കത്ത് കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം ഉദ്ധവൻ വൃന്ദാവനത്തിൽ പോയി തന്റെ കൃഷ്ണന്റെ പിതാവും മാതാവിനും ഒക്കെ കാണുക. അതിനുശേഷമാണ് ഒരു ദിവസം അവിടെ തങ്ങിയ ശേഷം പിന്നീട് ഗോപികമാരെ കാണുന്നതായിട്ടാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോ ഉദ്ധവരെ ആദ്യമായിട്ട് പോയി കാണുമ്പോൾ അവരെല്ലാം ആദ്യം വിചാരിച്ചു ഒരുപക്ഷെ കൃഷ്ണനായിരിക്കും. കാരണം ആകാരപരിവ് കൃഷ്ണന്റെ അതേ രൂപം, അതേപോലത്തെ തേര്. അപ്പൊ അവരാദ്യം അതിശയപ്പെട്ട് പരസ്പരം അവര് സംസാരിക്കാൻ ഇത് ആരായിരിക്കും. പിന്നീട് പോയി സംസാരിച്ചപ്പോൾ മനസ്സിലായി ഉദ്ധവനാണ്, അത് ഭഗവാന്റെ സന്ദേശവുമായാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ ആ സന്ദേശം കൊടുക്കുകയാണ്. കാരണം ഗോപികമാർക്കും അത് കത്ത് വായിക്കാൻ അറിയില്ല. അവസാനം അവരെല്ലാരും കൂടി ഉദ്ധവനെ വളഞ്ഞു. അപ്പൊ ആ സമയത്താണ് ഉദ്ധവന് മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇത്രമാത്രം ഭക്തി ഭഗവാനോട് ഉണ്ട്, ഒരു വിരഹവേദന അനുഭവിക്കുന്നതാണ് എന്ന് ഉദ്ധവർക്ക് മനസ്സിലായി. അടുത്തത് താൻ സഭാരകരഘു ശ്രീമതി രാധിക സഭാഹൈതേ സകലാംശേ പരമാധിക തേനോ യാൻ രാധാസിഹ ഭൈനാസേവചരണേ യാന്ത്ര പ്രേമഗുണ കൃഷ്ണ ബന്ധ അനുക്ഷണ. സർവഗോപിമാരാളും സർവപ്രകാരത്തിലും ഉത്കൃഷ്ടയും പ്രേമത്തിന്റെ ഗുണവിശേഷങ്ങളാൽ എന്നേക്കും കൃഷ്ണനെ ബന്ധിച്ചവളുമായ ശ്രീമതി രാധിക പോലും അവിടുത്തെ ദാസിയായി അവിടെ നിന്ന് പാദസേവനം ചെയ്യുമ്പോൾ മറ്റു ഗോപികമാരുടെ കാര്യം എന്ന് പറയാൻ. അപ്പൊ ഇവരെല്ലാം ഭഗവാനോടുള്ള അധികമായ പ്രേമം ഉണ്ടായിരുന്നെങ്കിലും ഭഗവാനുമായി ബന്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാ ഗോപികന്മാരിലും ശ്രേഷ്ഠ ശ്രീമതി രാധിക. പക്ഷെ ശ്രീമതി രാധികയും ദാസ്യവൃത്തിയാണ് ചെയ്യുന്നത്. പറഞ്ഞാൽ സേവനമാണ്. ദാസിയായി അവിടുത്തെ പാദസേവനം ചെയ്യുമ്പോൾ മറ്റുള്ള ഗോപികമാരുടെ കാര്യം എന്ന് പറയാം. നാദരമണപ്രേഷ്ഠ കാശി കാശി മഹാഭുജം ദാസ്യാസ്തേ കൃപണാമയാമേ സഭേ ദർശയ സന്നിധി. അല്ലയോ നാഥ രമണ പരമപ്രിയ മഹാഭുജ, അങ്ങ് എവിടെയാണ്? പ്രിയ സഖേ, അവിടുത്തെ അഭാവത്താൽ അത്യന്തം ദുഃഖിതയായ അങ്ങയുടെ ഭക്തിക്ക് ദർശന സൗഭാഗ്യം നൽകിയാലും. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവതം 10:30-39 രാസനൃത്തം
ഊർജ്ജസ്വലമായി നടക്കുന്നതിനിടയിൽ കൃഷ്ണൻ മറ്റെല്ലാ ഗോപികമാരെയും വിട്ടുപോവുകയും രാധയെ മാത്രം ഒപ്പം ചേർത്ത് വയ്ക്കുകയും ചെയ്തു. എല്ലാ ഗോപികമാരും അപ്പോൾ വിലപിച്ചു. സ്വന്തം സ്ഥാനത്തിൽ അഭിമാനിച്ച രാധിക കൃഷ്ണന്റെ ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും തന്നെ കൊണ്ടുപോയിക്കൊള്ളാൻ കൃഷ്ണനോട് അഭ്യർത്ഥിച്ചു. കൃഷ്ണൻ തൽക്ഷണം അപ്രത്യക്ഷമാവുകയും രാധിക വിലപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് അറിയാം. രാസലീല മൊത്തം നടക്കുന്ന സമയത്ത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ വാരിപ്പുണരുകയും ആലിംഗനം ചെയ്യുകയും നൃത്തം ആസ്വദിക്കുകയും ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമാകും. അപ്പൊ എല്ലാവരും വിചാരിച്ച് കൃഷ്ണൻ എന്റെ കൂടെ മാത്രമാണ് നൃത്തം ചെയ്യുന്നത്, കൃഷ്ണൻ എന്റേതാണ്, എന്റേത് മാത്രമാണ് എന്ന് ചിന്തിച്ചു. അപ്പൊ ചെറിയൊരു വളരെ സൂക്ഷ്മമായ ഒരു അഹങ്കാരം ഗോപികമാരുടെ ഹൃദയത്തിൽ ഉടലെടുത്തു. അപ്പൊ തക്ഷണം ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. ദ്വാരകാദേ രുക്മിണി ആദി ജതകേ മഹിഷി താൻഹാരാവോ അപനാഖേവാനെ കൃഷ്ണദാസി. ദ്വാരനാമത്തിലും രുക്മിണി തുടരാൻ ഭഗവാൻ കൊണ്ടുപോകും അപൂർവദേശം ഉദ്യാമുഖേ മൃഗേന്ദ്ര ഇവ ബലാത്കാരമായി തട്ടിക്കൊടുക്കും. എടുക്കുന്നത് പോലെ. അതിനാൽ സഖ്യോഗ്രഹീപാണി അനുഷ്ഠിക്കുന്നറിഞ്ഞ ഭഗവാൻ സുത്തായമൊത്ത് വന്ന് എന്റെ പ്രാണി ഗ്രഹിച്ചു. എങ്കിലും ഞാൻ കൃഷ്ണന്റെ ഗൃഹം ശുചിയാക്കുന്ന ദാസി മാത്രമാണ്. ഭാവാർത്ഥം ശ്ലോകം പോലെ ഈ ശ്ലോകം 83:11 യദുകുലങ്ങൾ പഞ്ചകത്തിൽ കണ്ടുമുന്നതാണ്. ആ സമയത്ത് കൃഷ്ണന്റെ പത്നിയായ കാളി ഈ സംഭവം എന്ന് പറയും. നമ്മളിപ്പോ വായിക്കുന്ന അധ്യായം അദ്വൈതാന്റെ മഹാത്മ്യമാണ്. പക്ഷേ ഈ സംഭവം പാട്ടിലെ 10ാം സ്കന്ധമാണ്. അതായത് യുദ്ധം കഴിഞ്ഞ ശേഷം അവരെല്ലാം ഒരിക്കൽ കൂടി
ഓരോ വിവാഹ ലക്ഷ്മണ രുക്മിണി ദേവി പറഞ്ഞതാണ് നമ്മളിപ്പോ ദ്വാരകയിലേക്ക് പോയി കൊണ്ടുവന്നതാണ് നമ്മള് തിരിച്ചു കൊണ്ടുവരുന്നത്. ശിവഭാവത്തിന്റെ 10:83-89 ശ്ലോകം. മഹാശയാം ശുദ്ധസഖ്യേ ആരെക്കുറിച്ചും എന്ത് പറയാൻ? പരമപുരുഷനായ ഭഗവാൻ ബലദേവന് പോലും കൃഷ്ണനോ സ്നേഹമോ ആണുള്ളത്. ഭാവാർത്ഥം, ബലദേവൻ കൃഷ്ണന്റെ അവതാരത്തിന് മുമ്പേ പ്രത്യക്ഷനായതിനാൽ ആരാധ്യനായ ജ്യേഷ്ഠ സഹോദരനാണെങ്കിലും അവിടെ ആകാശത്തിൽ എല്ലാ വൈകുണ്ഠ ലോകങ്ങളിലും കൃഷ്ണന്റെ ചതുർവ്യൂഹ വിസ്തരണങ്ങൾ ആധിപത്യം വഹിക്കുന്നു. അവർ ബലദേവനിൽ നിന്ന് നേരിട്ടുള്ള വിസ്തരണങ്ങളാണ്. ആധ്യാത്മിക ലോകത്തിലെ എല്ലാവരും തങ്ങൾ ഭഗവാന്റെ സേവകരാണ് സ്വയം ചിന്തിക്കുന്നത് പരമോന്നതനായ ഭഗവാന്റെ അതിരീതിയിലാണ്. സാമൂഹ്യ സമ്പ്രദായം അനുസരിച്ച് ഒരുവൻ കൃഷ്ണനേക്കാൾ മുതിർന്നവനായിരിക്കാം, എങ്കിലും അവരെല്ലാവരും വാസ്തവത്തിൽ അവരുടെ സേവനത്തിൽ മുഴുകിയിരിക്കുന്നു. അതുകൊണ്ട് ആധ്യാത്മിക വ്യോമത്തിലോ ഭൗതിക വ്യോമത്തിലോ എല്ലാ ലോകങ്ങളിലും ആർക്കും കൃഷ്ണനെ മറികടക്കുന്ന സേവനം ആവശ്യം കഴിയില്ല. മറിച്ച് എല്ലാവരും അവിടുത്തെ സേവനത്തിൽ മുഴുകുന്നു. അതിനാൽ ഭഗവാൻ സേവകർക്ക് ഒരു വ്യക്തിക്ക് പ്രാധാന്യമുള്ളതായിത്തീരുന്നു. ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ വിശുദ്ധമായ ഭാവത്തിന്റെ കൃഷ്ണന്റെ സേവ ഉറപ്പിക്കും. പറയുമ്പോ ഈ ആയത്തില് നമുക്കറിയാം അദ്വൈതാചാര്യൻ മഹാപ്രഭു അടുത്ത അധ്യായം പഠിക്കുന്നതാണ്. അതായത് പ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വം, അതായത് 5 ഭഗവാന്റെ ലീലകള് ആസ്വദിക്കുന്നതിന് വേണ്ടി
ലീല ആസ്വദിക്കുന്നതിന് വേണ്ടി അഞ്ചായി വിഭജിച്ചു. അതായത് 5 ഭാഗങ്ങളായി തത്വം എന്നുള്ളത്. കൃഷ്ണൻ, ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ ബലരാമൻ, അദ്വൈതാചാര്യ, മഹാവിഷ്ണു, നാരദമുനി ആണ് ശ്രീ. ഇത് ശാശ്വതമായ ലോകത്തിൽ ഭഗവാൻ സേവനം ചെയ്യുകയാണ്. ഭഗവാന് ചൈതന്യ മഹാപ്രഭുവിന് സെപ്പറേറ്റ് ലോകം തന്നെയുണ്ട്, നവദ്വീപ്. അവിടെ സംസ്കൃതമല്ല, ബംഗാളി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു കാലഘട്ടത്തില് ഭഗവാൻ നാമം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ അവതരിച്ചു. അപ്പൊ ഈ 5 തത്വങ്ങൾക്കും പ്രഭുപാദർ പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ പഞ്ചതത്വ മന്ത്രം പറയുന്നത്. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. അപ്പോ പ്രഭുപാദ് പറയുന്നത്, നമുക്ക് ഈ പഞ്ചതത്വ മന്ത്രം ഉരുവിട്ടില്ലെങ്കിൽ നമ്മളെ പ്രണാമ മന്ത്രം എത്തിയുന്നില്ല, പൂർണ്ണമാകുന്നില്ല. പൂർണ്ണ മന്ത്രത്തിന്റെ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഈ പഞ്ചതത്വ മന്ത്രം എല്ലാവരോടും വരുന്ന അതിഥികളോട് പറയാറുണ്ട്. ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവർക്കും അറിയാം, കാരണം എല്ലാവരും അതിനെക്കുറിച്ച് അറിയാൻ കേട്ടിട്ടുണ്ട്, ചിലർ ജപിക്കുന്നവരുമാണ്. പക്ഷെ പലരും ഇസ്കോണിലൊഴികെ മറ്റുള്ളവരാരും ഈ പഞ്ചതത്വ മന്ത്രം ജപിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എപ്പോഴും പറയാനുള്ളത്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പഞ്ചതത്വ മഹാമന്ത്രം ജപിക്കണം. അപ്പോ പ്രഭാകരത്തെ പറഞ്ഞ ചിലര് ഭജനിത്തായി ഗൗരംഗ രാധേശ്യാമ ഹരേ കൃഷ്ണ ഹരേ രാമ നിത്യാനന്ദ ഹരേ കൃഷ്ണ ഹരേ രാമ ശ്രീരാധേ ഗോവിന്ദ ഇങ്ങനെയൊക്കെ ജപിക്കുന്നവരുണ്ട്. പക്ഷെ ഇതെല്ലാം പൂർണ്ണമല്ല, ആധികാരികമായിട്ടുള്ളതല്ല എന്ന് പ്രഭുപാദര് പറയുന്നുണ്ട്. ഭക്തിദാസ താക്കൂറും പറയുന്നുണ്ട്. കാരണം ചൈതന്യ മഹാപ്രഭു 5 തരത്തില് ഉള്ള ലീലകൾ ആസ്വദിക്കുന്നതിന് വേണ്ടി 5 അംഗങ്ങളായി തീർന്നതാണ്. അപ്പോ ഇവിടെ നമ്മൾ അദ്വൈതാചാര്യര് പറഞ്ഞു വന്നത്, അദ്വൈതാചാര്യ എടുത്താൽ അദ്ദേഹം ഗുരുവിന്റെ സ്ഥാനമാണ്. പക്ഷെ എങ്കിലും ഭക്തനായിട്ട് ഭഗവാന് സേവനം ചെയ്യുകയാണ് ദാസ്യഭാവത്തിൽ. നമുക്കിവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുവാണ് ഈശ്വരപുരി. ഈശ്വരപുരി ഗുരുവാണ് മാധവേന്ദ്രപുരി. അപ്പൊ മാധവേന്ദ്രപുരിയിൽ നിന്നാണ് അദ്വൈതാചാര്യര് ചരിച്ചിരിക്കുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുസ്ഥാനമാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ബലറാമിനെ പോലെ ചൈതന്യ മഹാപ്രഭുവിനെക്കാളും വയസ്സിലും സീനിയാരിറ്റി ഉണ്ട്. എങ്കിലും ഇവിടെ അവരെല്ലാവരും ഭഗവാനെ സേവനം ചെയ്യാൻ, ചൈതന്യ മഹാപ്രഭുവിനെ സേവനം ചെയ്യുകയാണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ബലരാമനും ഭഗവാനെ സേവനം ചെയ്യുന്നു, അതുപോലെ ഗോപികമാരും ഭഗവാനെ സേവനം ചെയ്യുന്നു, രാധാറാണിയും ഭഗവാനെ സേവനം ചെയ്യുന്നു. അപ്പൊ ഇവിടെ വളരെ ഭക്തിയുത സേവനത്തില് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സേവനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, കൃഷ്ണസേവ കൃഷ്ണദാസഭാവിനോ ആചേക്യോന ജനാം. അവിടെ നിന്നും കൃഷ്ണന്റെ ഒരു കൃത്യനായി സ്വയം കണക്കാക്കുന്നു. തീർച്ചയായും കൃഷ്ണന്റെ ദാസൻ എന്ന സങ്കല്പമില്ലാതെ ആരാണ് ഉള്ളത്? ഉണ്ടോ? ദാസൻ, അതാണ് പ്രഭുപാദര് പറഞ്ഞു. നമ്മളെപ്പോഴും പല ശിഷ്യന്മാരും പ്രഭുപാദരുടെ ചോദിച്ചു, നമ്മുടെ സ്വരൂപസിദ്ധി എങ്ങനെ അറിയും? എന്താണ് നമ്മൾ ചെയ്യാനുള്ളത്? രൂപത്തിലാണ് ഭഗവാനെ സേവനം ചെയ്യാനുള്ളത്? ഇപ്പൊ പ്രഭുപാദര് പറഞ്ഞു, നമ്മള് സർവൻ ജീവേര സ്വരൂപഹോയ് കൃഷ്ണേര നിത്യദാസ്. അപ്പൊ നമ്മൾ ദാസൻ എന്നുള്ള രീതിയിൽ സേവനം ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ദാസൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഭഗവാന്റെ നേരിട്ടുള്ള ദാസനായിട്ട് കരുതില്ല. ഗോപി ഭക്തമലയോ ദാസാണ്. അപ്പോ അവിടെ എല്ലാം ദാസന്റെ ദാസനായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനെ
സേവനം ചെയ്യുന്നത്. അപ്പൊ ഇതില് വളരെ സേവനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നർത്ഥം. സഹസ്രപദനേഹോ ശേഷ സംഘർഷണ ദശദേഹധരീ കരേ കൃഷ്ണേര സേവന. അനന്തശേഷൻ സംഘർഷം 10 രൂപ സ്വീകരിച്ചത് ആയിരക്കണക്കിന് വദനങ്ങൾ കൊണ്ട് കൃഷ്ണനെ സേവിക്കുന്നു. ഉണ്ടോ? ഇവിടെ ആ സേവനത്തിന്റെ പ്രാധാന്യമാണ് എടുത്തു പറയുന്നത്. അനന്ത ബ്രഹ്മാണ്ഡേ രുദ്ര സദാശിവേര അംശ ഗുണാവതാരത്തേജോ സർവദേവ അവതംസ. സദാശിവന്റെ വിസ്തരണവും അനന്ത ബ്രഹ്മാണ്ഡങ്ങളിലും ആവിർഭവിക്കുന്നതിനുമായ രുദ്രൻ ഗുണാവതാരവും അനന്തമായ ബ്രഹ്മാണ്ഡങ്ങളിലെ ദേവഗണങ്ങളെയും അലങ്കാരവുമാകുന്നു. ഭാവാർത്ഥം: രുദ്രൻ അഥവാ പരമശിവന് 11 വിസ്തരണങ്ങളുണ്ട്. അവ താഴെ കൊടുക്കുന്നു. അജയ്കപാത്, അഹി, ബന്ധൻ, വിരൂപാക്ഷൻ, ദൈവതൻ, ഹരൻ, ഗരുഡൻ, ദേവശ്രേഷ്ഠ, ത്രയംബകൻ, സാവിത്രൻ, ജയന്തൻ, പിനാകി, അപരാജിതൻ. ഈ വിസ്തരണങ്ങൾ കൂടാതെ രുദ്രന് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, സോമയാജി എന്നിങ്ങനെ 8 രൂപങ്ങളുമുണ്ട്. പൊതുവെ രുദ്രന്മാർക്ക് 3 കണ്ണും 10 കൈയുമുണ്ട്. രുദ്രനെ പോലെ ചിലപ്പോൾ ബ്രഹ്മാവിനോടും താരതമ്യം പക്ഷെ രുദ്രനെ പരമശിവന്റെ വിസ്തൃതമായ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ശേഷനോട് സാമ്യപ്പെടുത്തുന്നു. പരമശിവൻ അതിനാൽ ഒരേ സമയം വിഷ്ണു ഭഗവാന്റെ വിസ്തരണവും സൃഷ്ടിയെ സംഹരിക്കാനുള്ള ഭാവത്തിൽ അദ്ദേഹം ജീവസത്യമാണ്. വിഷ്ണുവിന്റെ വിസ്തരണം എന്ന നിലയിൽ അദ്ദേഹം ഹരൻ എന്ന് വിളിക്കപ്പെടുന്നു. ത്രിഗുണങ്ങൾക്ക് അതീതനുമാണ്. പക്ഷെ തമോ ഗുണമായി സമ്പത്തിലാകുമ്പോൾ അദ്ദേഹം പ്രകൃതി ഗുണങ്ങളായി ഭയപ്പെടുന്നതായി തോന്നിക്കുന്നു. ശ്രീമദ് ഭാഗവത്തിലും ബ്രഹ്മസംഹിതയിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ ഭൗതിക പ്രകൃതി നിഷ്ക്രിയനായി അപ്രകടാവസ്ഥയിലായിരിക്കുമ്പോൾ രുദ്രൻ അവളുമായി എല്ലായ്പ്പോഴും സഹവസിക്കുന്നതായും പ്രകൃതി ഗുണങ്ങൾ വിക്ഷുപ്താവസ്ഥയിലാകുമ്പോൾ അദ്ദേഹം അകലിൽ നിന്ന് ഭൗതിക പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായി പ്രസ്താവിക്കുന്നു. ബ്രഹ്മസംഹിതയിൽ വിഷ്ണുവും ശിവനും തമ്മിലുള്ള ബന്ധത്തെ പാലും തൈരും തമ്മിലുള്ള ബന്ധത്തോട് താരതമ്യം ചെയ്യുന്നു. നമുക്കറിയാം, ബ്രഹ്മസംഹിതയിൽ ഈ ശ്ലോകം തന്നെ ഉണ്ട്. ക്ഷീരം യഥാതി പ്രകാര വിശേഷ. ആ ശ്ലോകം പാലും തൈരും തമ്മിൽ, അതായത് കൃഷ്ണനും ഭഗവാനും ശിവനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. തൈര് വീണ്ടും പാലാകാൻ പറ്റില്ല, കാരണം ഇത് പാലാണ് തൈരാകുന്നത്. പാല് ഒരു പ്രത്യേക ചേരുവയിലൂടെ തൈരായി മാറുമ്പോൾ പാലിലും തൈരിലും ഒരേ ഘടകപദാർത്ഥം ഉണ്ടെങ്കിലും അവയുടെ ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്. അതുപോലെ ശിവൻ വിഷ്ണുവിന്റെ വിസ്തരണമാണെങ്കിലും ഭൗതിക സൃഷ്ടിയുടെ സംഹാരത്തിൽ പങ്കാളിയാകുന്നതിനാൽ അദ്ദേഹം വ്യത്യസ്തനായി പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ ഒരേ ആള് തന്നെയാണ് മൂന്നായിട്ട് ഉപയോഗിച്ചെങ്കിലും മൂന്ന് കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. പാല് തൈരായി മാറുന്നത് പോലെ പരമശിവൻ ചിലപ്പോൾ ബ്രഹ്മാവിന്റെ ശിരത്തിൽ നിന്നും മറ്റും ചിലപ്പോൾ വിഷ്ണുവിന്റെ ശിരത്തിൽ നിന്നും ആളുന്നതായി പുരാണങ്ങളിൽ കാണും. സംഹാരകനായ രുദ്രൻ സൃഷ്ടിയെ ദഹിപ്പിക്കാനുള്ള സംഹാരാഗ്നിയിലും സംഘർഷത്തിലും നിന്ന് ജനിക്കുന്നു. വായുപുരാണത്തിൽ വൈലോകത്തിൽ ഒന്നിനെ സദാശിവനെ കുറിച്ച് വിവരണമുണ്ട്. ആ സദാശിവൻ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള കൃഷ്ണന്റെ വിസ്തരണമാണ്. സദാശിവൻ ശംഭു വൈകുണ്ഠ ലോകത്തിലെ സദാശിവൻ വിഷ്ണു നിന്നുള്ള ഒരു വിസ്തരണമാണെന്നും അദ്ദേഹത്തിന്റെ പത്നി മഹാമായ രമാദേവിയുടെ അഥവാ ലക്ഷ്മി ദേവിയുടെ വിസ്തരണമാണെന്നും പറയപ്പെടുന്നു. ഭൗതിക പ്രകൃതിയുടെ മൂലം അദ്ദേഹം ജന്മസ്ഥാനം മഹാമായയാണ്. നമുക്കറിയാം, ശിവന്റെ പത്നിയാണ് പാർവതി. ദുർഗ ഈ ഭൗതിക ലോകം നിയന്ത്രിക്കുന്നത് ദുർഗാദേവിയാണ്. അപ്പോ ഓരോരുത്തർക്കും ഓരോ കർത്തവ്യങ്ങൾ ഭഗവാൻ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവരുടെ കർമ്മത്തില് ഏർപ്പെടുകയാണ്. അപ്പൊ അതുപോലെ അദ്വൈതം ഇവിടെ പറയുന്നതാണ് രണ്ട് രീതിയിൽ, അതായത് ഒന്ന് എഫിഷ്യന്റ് കാസ്, രണ്ടാമത്തത് മെറ്റീരിയൽ കാസ്. നിമിത്ത, രണ്ടാമത് ഉപാദാനം. ഭൗതിക ലോകം
വിഷ്ണുവിന്റെ രണ്ട് ഫോംസ് രണ്ട് രീതിയിൽ സൃഷ്ടിക്കാൻ വേണ്ടി വിഷ്ണു ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷമാണ് ആത്മീയ ലോകത്തെ സൂചിപ്പിക്കുന്നത്. ഭൗതിക ലോകം എന്ന് പറയുന്നത് പരോക്ഷമായി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്രിയേഷനാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കൃഷ്ണ പ്രേമേ ഉന്മത്ത വിഫല ദിഗംബര കൃഷ്ണ ഗുണാലീലാകായ നിരര. കൃഷ്ണപ്രേമത്തിന്റെ ലഹരിയിൽ ഉന്മത്തനായി അദ്ദേഹം സ്വയം മറന്ന ദിഗംബര വേഷധാരിയായി നിരന്തരം നൃത്തമാടുകയും കൃഷ്ണഭഗവാന്റെ ഗുണങ്ങളും ലീലകളും പാടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും ഭഗവാന്റെ വിസ്തരണമാണെങ്കിലും ഇവിടെയും ശിവൻ ദിഗംബര വേഷധാരിയെ നിരന്തരം നൃത്തമാടുകയും കൃഷ്ണഭഗവാന്റെ ഗുണങ്ങളും ലീലകളും പാടുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ലീല പറഞ്ഞതാണ്. ഭഗവാൻ ഗൗരംഗ മഹാപ്രഭുവിന്റെ നാമം ജപിച്ചതായിട്ടുള്ള ഒരു ലീല. ഇതാ മാതാ ഗുരു സഹാഭാവകേന മയാ കൃഷ്ണപ്രേമേന സ്വഭാവേന ദാസ്യഭാവാശയത്രയ. എല്ലാ വികാരവും ഗുരുന്റെയോ സുഹൃത്തിന്റെയോ ആകട്ടെ എല്ലാ സേവന മനോഭാവം നിറഞ്ഞതാണ് കൃഷ്ണപ്രേമത്തിന്റെ പ്രകൃതം. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അതായത് എല്ലാ വികാരങ്ങളും പിതാവിന്റെ, മാതാവിന്റെ, ഗുരുവിന്റെ, സുഹൃത്തിന്റെ ആകട്ടെ. ഭഗവാൻ നമ്മള് 5 രീതിയിൽ ഭഗവാനുമായിട്ട് റിലേഷൻഷിപ്പ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതില് സുഹൃത്തായിട്ട്, പിതാവായിട്ട്, മാതാവായിട്ടോ അല്ലെങ്കിൽ കാമുകിയത് ഗോപികമാര് മാതൃരസം കാമുക ഭാവത്തിലാണ്. പക്ഷെ ഇതെല്ലാം ആയിരുന്നാലും എല്ലാം സേവന മനോഭാവം നിറഞ്ഞതാണ് കൃഷ്ണപ്രേമത്തിന്റെ. ഇപ്പൊ കൃഷ്ണപ്രേമത്തിലെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, എല്ലാം ഭഗവാനുമായി യോജിപ്പിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് സേവനം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. 2 ശ്ലോകങ്ങൾ വായിച്ചു നോക്കാം. ഏകേ കൃഷ്ണ സർവേ സേവ്യ ജഗദീശ ആരയദാസേവകാനുസരാം. പ്രപഞ്ചത്തിന്റെ ഏക ഈശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരും സേവിക്കപ്പെടാൻ അർഹനാണ്. തീർച്ചയായും എല്ലാവരും അവിടുത്തെ സേവകന്മാരുടെ സേവകനാണ്. ശ്രീകൃഷ്ണ അവതീർണ ചൈതന്യ ഈശ്വര അതേവ ആരസഭാര. അതേ ശ്രീകൃഷ്ണ ഭഗവാൻ പരമദൈവത്വ പുരുഷനായ ശ്രീ ചൈതന്യ മഹാപ്രഭുവായി അവതരിക്കുന്നു. അതിനാൽ എല്ലാവരും അവിടുത്തെ കൃത്യന്മാരാണ്. സേവനം 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 സേവനം, ഇത് ഇതിന്റെ മഹാത്മ്യമാണ്. വീണ്ടും വീണ്ടും ഈ ശ്ലോകങ്ങളിലൂടെ എടുത്തു പറയുന്നത്. പ്രഭുപാദരും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രഭുപാദര് നമ്മുടെ ഇസ്കോൺ പ്രസ്ഥാനത്തില് സേവനത്തിന് പ്രാധാന്യം കൊടുത്തു അല്ലെ. പ്രസ്ഥാനത്തിൽ പ്രധാനമാണ്. സാധാരണ നമ്മൾ അമ്പലത്തിൽ പോകും, കുറേയിടം തിരിച്ചു വരും. പക്ഷെ ഇവിടെ ഇസ്കോണിൽ നമ്മൾ ഭഗവാനെ സേവനം ചെയ്യാൻ ഹരേ കൃഷ്ണ. ഇടയ്ക്ക് കട്ടായിപ്പോയി, സോറി. ഓക്കെ, പറയുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് സേവത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഹൈസ്കൂളിൽ നമ്മൾ എപ്പോഴും പ്രഭുപാദരുടെ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ ഭക്തി എന്ന് പറയുമ്പോൾ അവിടെ പ്രഭുപാദർ ഭക്തിയുത സേവനം എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. സേവനം, ഭക്തിയുത സേവനം. ഭക്തി എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തെ നമ്മൾ പ്രകടിപ്പിക്കുന്നതാണ്. ആ പ്രകടനമാണ് സേവനമായിട്ട് വരുന്നത്.
അപ്പൊ നമ്മൾ ഈ 5 ചൈതന്യ മഹാപ്രഭുവിന്റെ 5 തത്വങ്ങൾ, അതായത് 5 ഉപയോഗിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഈ 5 പേരും ഭഗവാന്റെ സേവനത്തിലായിരുന്നു. നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യര്, ഗദാധര പണ്ഡിറ്റ്, ശ്രീവാസ് ഠാക്കൂർ, അറിയാം, എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനത്തിലാണ്, ഭഗവാന്റെ ലീല അസിസ്റ്റ് ചെയ്യുന്നതിലാണ് അവർ ഏർപ്പെട്ടിരുന്നത്. നാമം സങ്കീർത്തനം പ്രചരിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നു. അപ്പൊ നമ്മളും ആ പരമ്പര, ആ സിസ്റ്റം തന്നെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നു. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞയാണ് ലോകം മുഴുവനും നാമം പ്രചരിപ്പിക്കുക എന്നത്. അപ്പൊ അതിനു വേണ്ടിയായി പ്രസ്ഥാനം ശ്രീല പ്രഭുപാദര് രൂപീകരിച്ചത്. നമ്മൾ അതിലാണ് ഏർപ്പെടേണ്ടത്. അപ്പൊ അതിൽ തന്നെ ഭജനാനന്ദി, ഗോഷ്ഠ്യാനന്ദി 2 വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പ്രചാര പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ പ്രഭുപാദര് ഇവിടെ പറയുന്നുണ്ട്, അതായത് 2 തരത്തിലുള്ള, അതായത് ഒന്ന് പഞ്ചരാത്രി കൃതി അനുസരിച്ചുള്ള സേവനം, ഇനി ഒന്ന് ഭാഗവത വിധി. ഇപ്പോ നമ്മള് ഭാഗവതിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോ പഞ്ചരാത്രി വിധിയിൽ നമ്മൾ ഭഗവാനെ ആദരിക്കുന്നു, ഐശ്വര്യത്തിന്റെ തലമാണ്. പക്ഷെ ഭാഗവത വിധിയിൽ നമ്മൾ പ്രേമഭരിതമായ സേവനമാണ്, അതായത് രാധാകൃഷ്ണ സേവന മനോഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രചാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രഭുപാദര് ഉത്തമാധികാരി ആയിരുന്നുവെങ്കിലും മധ്യമാധികാരി ലെവലിലേക്ക് വന്ന് പ്രചാരത്തിൽ ഏർപ്പെട്ടത്. ഓക്കെ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയത് 84 വരെ. ഇപ്പൊ അടുത്ത് വായിക്കാനുള്ളത് 85 മുതലാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഒരു 5 മിനിറ്റ് സമയമുണ്ട്. ആർക്കെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. മാതാജി ഓർമ്മിച്ചുള്ള 85 മുതലാണ് ഇനി വായിക്കാനുള്ളത്. ഓക്കെ പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഇവിടെ നിർത്താമോ? ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാം രാം.